വേദിയിലെ ആദരണീയരെ, സുഹൃത്തുക്കൾ, കോവിഡ് കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. കോവിഡ് തുടരുന്നു, അനിശ്ചിതമായി തുടരുന്നു. ഈ കോവിഡ് കാലം നമ്മളിൽ നിന്ന് അപഹരിച്ചത് ഒരുപാട് സംഗതികൾ ആണ്. ഒരു വിപ്ലവത്തിൻ്റെ മുഖത്തായിരുന്നു ഭാരതം കോവിഡ് വരുമ്പോൾ. അപ്രവചനീയമായ ഒരു വർഷത്തെയാണ് കോവിഡ് ഇല്ലാതാക്കിയത്. പൗരത്വ ഭേദഗതി ബില്ലിനെ തുടർന്ന് ഭാരതത്തിലെ ക്യാമ്പസുകളൊക്കെ ഭാരതമൊട്ടാകെ പ്രതിഷേധ ജ്വാലകളിൽ ഉരുകിത്തുടങ്ങിയപ്പോഴാണ് കോവിഡ് വരികയും അത് ഭരണകൂടത്തെ സഹായിക്കുകയും എല്ലാ പ്രതിഷേധങ്ങളെയും നിശ്ചലമാക്കുകയും ചെയ്തത്. ഒരു നിയമം കൊണ്ടും സാധിക്കുമായിരുന്നില്ല നിശബ്ദമായ ഈ ഭാരതത്തെ സൃഷ്ടിക്കുവാൻ. അതാണ് കോവിഡ് ചെയ്തത്. കോവിഡ് പോലെ ഒന്ന് കിട്ടിയാൽ ഏത് സ്വച്ഛാധിപത്യ ഭരണകൂടത്തിനാണ് സന്തോഷമാകാതിരിക്കുക? അത് ഏത് പ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയേക്കാളും തീക്ഷ്ണമായ അടിയന്തരാവസ്ഥ ആണ്. കോവിഡിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ആത്മരക്ഷയാണ് ലോകരക്ഷ എന്നതായിരുന്നു കോവിഡിൻ്റെ മുദ്രാവാക്യം. സാമൂഹികമായ അകലം പാലിക്കുക എന്നതായിരുന്നു കോവിഡിൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ട് ജലാലുദ്ദീൻ റൂമി പറയുന്നത് പോലെ, വെൻ വി ആർ ടുഗദർ വി ആർ മോർ ദെൻ വി. ആ ടുഗദർനെസ്സിനെ നീക്കിക്കളയുകയാണ് വാസ്തവത്തിൽ ഈ കോവിഡ് ചെയ്തത്. കൂടിയിരുന്ന് ആലോചിച്ചാണ്, കൂടിയിരുന്ന് പ്രവർത്തിച്ചാലാണ്, കൂട്ടമായി പ്രതികരിച്ചാലാണ്, പ്രതിഷേധിച്ചാലാണ് നാം വലിയ ശക്തികൾ ആയിത്തീരുക. ആ ശക്തികളെ മുഴുവൻ നിരാകരിച്ചു എന്ന് വേണം പറയാൻ. ചെങ്കിസ് ഖാന് ടെലഗ്രാം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ സൈന്യങ്ങളെപ്പോലെയാണ് പ്രവർത്തിക്കുക എന്ന് പണ്ട് ഗാന്ധി പറഞ്ഞിരുന്നു. ഇന്ന് ചെങ്കിസ് ഖാന് എല്ലാ ആയുധങ്ങളും സജീവമായി കയ്യിലുണ്ട്. ഇതുപോലെ വരുന്ന കോവിഡ് പോലെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ പോലെ വരുന്ന ആയുധങ്ങൾ അതിനേക്കാളൊക്കെ ശക്തമായിരിക്കുന്നു. അത് ഭരണകൂടം ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ജാമിയ മില്ലിയയിലും JNUവിലും അങ്ങനെ എല്ലാ കലാശാലകളിലും വിദ്യാർത്ഥികൾ നേരത്തെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പോഷക ശക്തി എന്ന നിലയിൽ ഉള്ള പരിമിതമായ സമരങ്ങളാണ് അവർ നടത്തിയിരുന്നത് എങ്കിൽ അവർ ജീവിതം കൊണ്ടുള്ള ഒരു സമരത്തിന് ആരംഭിക്കുകയായിരുന്നു. അപ്പോഴാണ് ജീവിതത്തേക്കാൾ വലുതാണ് ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡ് വന്നു ചേരുന്നത്. നമ്മുടെ ഭരണകൂടം അത് ഒന്നന്തരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. പിന്നീട് എന്തെല്ലാം നെറികെട്ട നിയമങ്ങളാണ് ഈ കോവിഡിൻ്റെ ബലത്തിൽ ഇവിടെ വന്നത്. പിന്നീട് പ്രതിഷേധിച്ചവരൊക്കെ ജയിലിനകത്താണ് ഇന്ന്. അങ്ങനെ വന്നിരിക്കുന്നു. ക്യാമ്പസ് അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി. ഒരു നിയമത്തിനും സാധ്യമായിരുന്നില്ല ക്യാമ്പസ് ഇല്ലാതാക്കാൻ, പക്ഷെ കോവിഡിന് സാധിച്ചു. എന്നിട്ടും ഈ ഒരു വർഷമാണ് പോയത്. ആ വർഷം ഇങ്ങനെ അതിജീവനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരുന്നു. നിങ്ങളുടെ മുദ്രാവാക്യം വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥിയായിരിക്കുക എന്നത് തന്നെ വിപ്ലവമാണ്. പക്ഷെ വിദ്യാർത്ഥിയായിരിക്കാൻ നിങ്ങളെ സമ്മതിച്ചില്ല. ഒരു വർഷക്കാലം, ഒരു വർഷം ആകാൻ പോകുന്നു. അങ്ങനെ എന്താണോ ഒരു വിദ്യാർത്ഥി അതാകാതെ തനിച്ച് വീട്ടിലിരിക്കാൻ പ്രേരിക്കപ്പെട്ടു ഓരോ വിദ്യാർത്ഥിയും. അങ്ങനെ പണ്ട് നമ്മൾ പറയും
അയാൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത് രാജ്യരക്ഷയായിത്തീരുകയാണ്. വീട്ടിലടങ്ങിയിരിക്കുക, മറ്റാരോടും ബന്ധം പുലർത്താതിരിക്കുക, അങ്ങനെ സാമൂഹ്യമായി ഒത്തുചേരാതിരിക്കുക, ഇതൊക്കെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് പറയുന്ന ഒരു രോഗത്തെ മുൻനിർത്തി ഉണ്ടാക്കപ്പെട്ട താൽക്കാലികമായ ഒരു ലോകത്തിൽ വിദ്യാർത്ഥി ഇല്ലാതാക്കപ്പെട്ടു. വിദ്യാർത്ഥിയാണ് പ്രധാനമായും ഇല്ലാതാക്കപ്പെട്ടത്. എന്തിനെയെല്ലാമാണ് ഈ കോവിഡ് കവർന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ സമൂഹത്തെ കവർന്നു. ഒരു കാര്യം അതിനിടയ്ക്ക് സൂചിപ്പിച്ചു കൊള്ളട്ടെ, വളരെ തെറ്റായ ഒരു മുദ്രാവാക്യം നമ്മുടെ കേരളത്തിലെ ഭരണകൂടവും ഇത് സംബന്ധമായി സ്വീകരിച്ചു. നമ്മളൊക്കെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ മുദ്രാവാക്യം ഇതായിരുന്നു: സാമൂഹികമായ അകലം പാലിക്കുക എന്ന് പറയാനേ പാടുണ്ടായിരുന്നില്ല. ശാരീരികമായ അകലം പാലിക്കുക, സമൂഹത്തെ സൃഷ്ടിക്കുക, ഇതായിരുന്നു കോവിഡിന് ഒരു ജനാധിപത്യ സമൂഹം കൊടുക്കേണ്ടിയിരുന്ന മുദ്രാവാക്യം. ശാരീരികമായ അകലം പാലിക്കുക. രോഗം വരുന്നു, നിവൃത്തിയൊന്നുമില്ല. പക്ഷെ അത് സാമൂഹികമായ പുതിയ പുതിയ അടുപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള വഴിയായി മാറണം. അങ്ങനെ ഒരു മുദ്രാവാക്യമായിരുന്നു ഭരണകൂടം സ്വീകരിക്കേണ്ടത്, നമ്മളെല്ലാം സ്വീകരിക്കേണ്ടത്. അല്ലാതെ സാമൂഹികമായ അകലം പാലിക്കുക എന്നതായിരുന്നില്ല. ശാരീരികമായ, അത് കൃത്യമാണ്, അത് എല്ലാവർക്കും സംവേദനം ചെയ്യുന്നതാണ്, അത് സമൂഹത്തെ നിരാകരിക്കുന്നതല്ല. എന്നിട്ട് അതിലൂടെ സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വന്നിരുന്നെങ്കിൽ ഈ ഓൺലൈൻ പഠിപ്പിനൊക്കെ പുതിയ ഒരർത്ഥം ലഭിക്കുമായിരുന്നു. ഈ വെബിനാറുകൾക്കൊക്കെ പുതിയ ഒരു ലക്ഷ്യം കൈവരുമായിരുന്നു. ഒരുപക്ഷെ പുതിയ പുതിയ ഇത്തരം സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള വലിയ ആലോചനകളിലേക്ക് നാം സർഗാത്മകമായി പോകുമായിരുന്നു. ഒരു മുദ്രാവാക്യം പ്രധാനമാണ്. നിങ്ങൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യം പോലെ വിദ്യാർത്ഥി തന്നെ. പക്ഷെ അയാളെ വിദ്യാർത്ഥിയാകാൻ സമ്മതിക്കണ്ടേ ആദ്യം? ാണ് കേവലമായ ആത്മക്ഷേമം നോക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവൻ എന്നതിനാലാണ്. അയാൾ ഒരേ സമയം സമൂഹമാണ്, അയാൾ കൂട്ടുകാർക്കൊപ്പമാണ് എപ്പോഴും. അയാൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. ഏറ്റവും ആഹ്ലാദമുള്ള മനുഷ്യൻ ആരാ? ഏറ്റവും ആഹ്ലാദമുള്ള മനുഷ്യൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആണ്. ബിക്കമിങ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ഇന്നലെ വരെ ഞാൻ ആരായിരുന്നില്ലയോ, ഇന്ന് മറ്റൊരാളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ഇങ്ങനെ മാറ്റത്തിൻ്റെ നിമിഷമായിരിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ നിമിഷമാണ് ഓരോ വിദ്യാർത്ഥിയുടെ ഓരോ നിമിഷവും എന്നതുകൊണ്ടാണ് മൈക്കൽ ഫൂക്കോ എന്തു പറയുന്നത്? വിപ്ലവമാണ് വിദ്യാർത്ഥി. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ മാറ്റം. അപ്പോൾ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അയാൾ തന്നെയാണ് വിപ്ലവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. ഒരുപക്ഷെ സാവകാശത്തിലുള്ള മാറ്റമല്ല, മാർക്സ് പറയുന്നത് പോലെ ചരിത്രം അനിവാര്യമാക്കിയ സ്വാഭാവികമായ മാറ്റം അല്ല. ചരിത്രം പിന്നീട് സാധൂകരിക്കുന്ന, രൂപപ്പെടുന്ന, മാറുന്ന ചടുലമായ മാറ്റം, പെട്ടെന്നുള്ള മാറ്റം, വിപ്ലവം, പെട്ടെന്നുള്ള മാറ്റം, ചാട്ടം തന്നെ. അങ്ങനെയുള്ള ചാട്ടം സ്വാഭാവികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിൽ മാത്രമാണ്. നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ചേരുകയാണ് ഇക്കാര്യത്തിൽ, ഞാൻ ഉൾപ്പെടുകയില്ല. അല്ലെങ്കിൽ ഈ ബിക്കമിങ്ങിൽ
വലിയ ആനന്ദം കാണുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങളോട് കൂടി ചേരാൻ എനിക്കൊരു അർഹതയുണ്ട് എന്ന് പറയാം. വിദ്യാർത്ഥി എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ അവസാനിക്കുന്ന ഒന്നല്ലല്ലോ. ആ വിദ്യാർത്ഥി ആയിരിക്കില്ല പോക്കോ കാണുന്നതും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിലെ ആനന്ദം പങ്കിടുന്ന ഒരാൾ എന്നതായിരിക്കാം അതിലെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതിലെ പോക്കോ കണ്ടിരിക്കാവുന്ന നിർവചനം. ആ നിർവചനപ്രകാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പൂർവ്വബാക്കികളെക്കുറിച്ചുള്ള മുൻബാക്കികളെക്കുറിച്ചുള്ള ഒരു പ്രയാസവുമില്ല, മറിച്ച് ഒരു ദുഃഖവുമില്ല. നിങ്ങൾ മാറ്റത്തിൻ്റെ വഴിയിൽ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിലൂടെ ലോകം മാറുന്നു. കാരണം ഏറ്റവും സജീവമായി പ്രതികരിച്ചത് ഈ പൗരത്വ ഭേദഗതി ബിൽ ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരുന്നത് ക്യാമ്പസുകൾ ഉണർന്നപ്പോഴാണ്. ആ ഉണർവിന് പെട്ടെന്ന് ചങ്ങലയിടുവാൻ കോവിഡിന് സാധിച്ചു. അങ്ങനെ ഒരു വർഷം നിങ്ങൾ വിദ്യാർത്ഥികൾ അല്ലാതായി തീർന്നു. നമ്മുടേത് പരീക്ഷാ കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പരാജയവും അതാണ്. പരീക്ഷയ്ക്ക് എഴുതിയാൽ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ വിദ്യാഭ്യാസമായി എന്ന വലിയ തെറ്റിദ്ധാരണ നമുക്കിടയിൽ നിലകൊള്ളുന്നു. നമുക്കറിയാം, പരീക്ഷ ഒരു മാസത്തെ പ്രവണി എടുത്താൽ മതി, മറ്റ് വർഷത്തിലെ മുഴുവൻ കാലവും വെറുതെ ഇരിക്കാം. പക്ഷെ അതൊന്നും പാടില്ല എന്ന് കണ്ട് നിരന്തരമായി നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിശബ്ദരായിത്തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വിപ്ലവബോധവും പുലർത്തിയിടുകയില്ല. എല്ലാ ദിവസവും പരീക്ഷയുടെ തലേന്നാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് എല്ലാ വിദ്യാർത്ഥികളും. അങ്ങനെ കോവിഡ് വരുന്നതിന് മുമ്പ്, കോവിഡ് വന്നതിന് ശേഷവും ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ തീരുമാനിച്ചുറച്ചത് അതാണ്. എന്നും പരീക്ഷയുടെ തലേ ദിവസമായി നിങ്ങളുടെ ദിവസങ്ങളെ മാറ്റുക എന്ന് പറയുന്നു. ഞാൻ കോളേജുകളിലൊക്കെ പ്രസംഗിക്കാൻ പോകും. കോവിഡിന് മുമ്പാണ്. അങ്ങനെ പ്രസംഗിക്കാൻ പോയാൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിറഞ്ഞ സദസ്സുണ്ടാകുമായിരുന്നു. പിന്നെ ഇല്ലാതെ ചെല്ലുന്ന സമയത്ത് കോളേജിൽ കാണുന്നത് കുറേ മുറികളിൽ പരീക്ഷയായിരിക്കും. ജൂൺ മാസം തുടങ്ങി പൂട്ടുന്നത് വരെ അത് നടന്നുകൊണ്ടിരിക്കും. കുറേ അധ്യാപകർ അതിൻ്റെ പ്രവർത്തനത്തിലായിരിക്കും. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ചെറിയ ഒരു സദസ്സായിരിക്കും എൻ്റെ മുന്നിലുണ്ടാവുക. സെമസ്റ്റർ എന്ന് പറയുന്ന അതിഭീകരമായ ഒരു രീതി നമ്മുടെ കലാശാലകളിൽ നടപ്പാക്കുന്നത് വഴി നിത്യ പരീക്ഷകനായി അധ്യാപകൻ, നിത്യ പരീക്ഷയ്ക്ക് വിധേയനായി വിദ്യാർത്ഥി. അതുമാത്രം മതി. അയാൾക്ക് ക്യാമ്പസ് മറ്റ് പ്രവർത്തനങ്ങളൊന്നുമില്ല, അതിനൊന്നും അവസരമില്ല. എല്ലാ ദിവസങ്ങളും പരീക്ഷയുടെ തലേ ദിവസങ്ങളായി തീർന്നത് വഴി ആണ് കേരളത്തിലെ, ഒരു പക്ഷേ ഭാരതത്തിലെ വിദ്യാർത്ഥികൾ നിശബ്ദരായി തീർന്നത്. ഇടമില്ല, സമയമില്ല, സ്ഥലമില്ല, കൂട്ടുകൂടിയിരിക്കാൻ പറ്റുകയില്ല. അവരൊരുമിച്ചല്ല. ഈ കോവിഡിൽ എന്നതുപോലെ അതേ അകലം പാലിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ ഇരുന്ന ഒരേ ഒരു സ്ഥലം പരീക്ഷാ ഹാളാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. കോവിഡിൽ എന്നതുപോലെ നമ്മൾ നേരത്തെ ഇരുന്നിരുന്ന ഒരിടം പരീക്ഷാ ഹാളിൽ നമ്മുടെ ഇരിപ്പിടത്തിലാണ്. നോക്കി എഴുതാൻ പാകത്തിൽ അടുത്തല്ല അടുത്ത ആൾ. അങ്ങനെ വിട്ട് ഒരു സീറ്റിൽ, ഒരു ബെഞ്ചിലാണെങ്കിൽ 2 പേര് അല്ലേ, എന്തോ ഒരു പകർച്ചവ്യാധി ഉള്ളതുപോലെ തോന്നുമായിരുന്നു പണ്ടും. പരീക്ഷാ ഹാളിൽ വന്നാൽ വേറെ എവിടെയും തോന്നുമായിരുന്നില്ല. പരീക്ഷയും കോവിഡുമായിട്ടുള്ള ഒരു സൗഹൃദം പറയുകയാണ് ഞങ്ങൾ. അങ്ങനെ ഈ പരീക്ഷാ ഹാളുകളിലൊക്കെ ഒരു കോവിഡ് ഉണ്ടായിരുന്നു. അത് പരീക്ഷാ ഭയമായിരുന്നു. ആ ഭയം കൂട്ടുകൂടാൻ സമ്മതിച്ചില്ല. ആ ഭയം ഭാവിയെക്കുറിച്ച്, പരീക്ഷയുടെ മാർക്കിൻ്റെ രൂപത്തിലല്ലാത്ത ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ സമ്മതിച്ചില്ല. ആ ഭയം നിങ്ങളിലേക്ക് ചുരുങ്ങിക്കൂടാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു. കോവിഡും അത് തന്നെ ചെയ്യുന്നു. നിങ്ങളിലേക്ക് ചുരുങ്ങിക്കൂടാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രക്ഷ. മാത്രമല്ല, നിങ്ങളാണ് നിങ്ങളുടെ രക്ഷ എന്നത് ലോകരക്ഷയുമാണ് എന്ന് പറഞ്ഞു. രാജ്യദ്രോഹമാണ് പുറത്തിറങ്ങി നടക്കുന്നത്. രാജ്യദ്രോഹമാണ്. ഒരാളോട് അല്ലേ ഒന്ന് കൈകൊണ്ട് തൊട്ടാൽ
കഴുകണം എന്ന് വരുന്ന ഒരു വ്യവസ്ഥിതി ആർക്കേ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളൂ? അപരനെ കൈകൊണ്ട് തൊട്ടാൽ കഴുകണം എന്ന് പറയുന്ന ഭീകരമായ ഒരു വ്യവസ്ഥിതി ആർക്ക് മാത്രമാണ് ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചത്? കോവിഡിന് മാത്രം ആണ്. അന്യന്മാർ, അതുകൊണ്ട് അപരവിദ്വേഷത്തിൻ്റെ ഒരു രാജ്യം, ആ രാജ്യത്തിന് എത്ര പ്രിയങ്കരമായി തീർന്നിരുന്നു കോവിഡ് എന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം കോവിഡിൻ്റെ മുദ്രാവാക്യവും അതുതന്നെയാണ്, അപരവിദ്വേഷം. അതുകൊണ്ട് ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ ആദർശം ഒരു രോഗത്തിൻ്റെ ആദർശമായി തീരുമ്പോൾ സംഭവിച്ച ഒരു കൂട്ടുകെട്ടാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കർഷക സമരം അതിഭീകരമായി മാറേണ്ടതായിരുന്നു. അത് ഈ വിധത്തിൽ എന്നിട്ടും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വിദ്യാർത്ഥികളും കർഷകരും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, വിദ്യാർത്ഥികൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, കർഷകർക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് അവർ നിയന്ത്രിക്കപ്പെടും. ഏത് ഘട്ടത്തിലും അവരുടെ താല്പര്യങ്ങൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങൾ ആയി മാറും. പക്ഷേ വിദ്യാർത്ഥികൾക്ക് അത്തരം താല്പര്യങ്ങളില്ല. അഥവാ ഈ പരീക്ഷയ്ക്ക് പുറത്തുള്ള താല്പര്യങ്ങളാണ് അയാളെ യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയാക്കുന്നത്. അങ്ങനെ അയാൾ ഫ്രഞ്ച് വിപ്ലവമായാലും ഇന്ത്യൻ ദേശീയ സമരങ്ങളായാലും വിദ്യാർത്ഥികളായിരുന്നു അതിലെ വലിയ പങ്ക് വഹിച്ചു വന്നിരുന്നത്. അവർ പഠിപ്പ് നിർത്തി പുറത്തിറങ്ങി. പരീക്ഷയ്ക്ക് എഴുതലല്ല പ്രധാനം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനം, നിലനിൽക്കുന്ന സമത്വമല്ല പ്രധാനം. അതുകൊണ്ട് സാഹോദര്യം, അതുകൊണ്ട് സമത്വം, അതുകൊണ്ട് സ്വാതന്ത്ര്യം ഒക്കെ മുദ്രാവാക്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഇങ്ങനെ കലാശാലകൾ, സ്കൂളുകൾ വിട്ടിറങ്ങിത്തീർന്ന വിദ്യാർത്ഥികൾ സാധിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിലൊക്കെ അവർ വലിയ പങ്ക് വഹിച്ചു. ഇത്തരം വലിയ മുദ്രാവാക്യങ്ങളുണ്ടായി. അങ്ങനെ പഴയ കാലത്തെ എല്ലാ ചിന്തകരുടെയും അതിജീവിക്കേണ്ട ചിന്തകൾ അതിജീവിക്കാൻ കണ്ട ഇടം ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവം. മൂല്യബോധമുള്ളവരുടെ പുതിയ രൂപീകരണമായിരുന്നു അത്. എൻലൈറ്റൻമെൻ്റ് ആയിരുന്നു അതിൻ്റെ ഫലം. അതുകൊണ്ട് വലിയ വെളിച്ചമുള്ള, വലിയ സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സാധ്യമായിരുന്നില്ല അതുവരെ അടിമകളുടെ ഒരു ലോകം. അതുപോലെ വോട്ടവകാശങ്ങളൊന്നുമില്ലാത്ത, ഒരവകാശവുമില്ലാത്ത സ്ത്രീകളുടെ ഒരു ലോകം, ധനികരുടെ മാത്രമായ ഒരു ലോകം. ഗ്രീസിലൊക്കെ ജനാധിപത്യം ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കായിരുന്നു ജനാധിപത്യം ഉണ്ടായിരുന്നത്? അതെ, അവിടെ നമുക്ക് വേണേൽ പറയാം സവർണൻ എന്ന് പറയാം. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഗ്രീസിലെ സവർണർക്ക് മാത്രമായിരുന്നു വോട്ടവകാശവും ജനാധിപത്യവും ഉണ്ടായിരുന്നത്. സൂക്ഷ്മമായി ആലോചിച്ചാൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ജനാധിപത്യം ഉണ്ടോ? എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരാൾ തൻ്റെ ആഗ്രഹപ്രകാരം വോട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായ ധാർമ്മിക ബോധം അയാൾക്കുണ്ടോ? ഇതുകൊണ്ട് എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് അവർക്കറിയാമോ? ഒന്നും അറിഞ്ഞുകൂടാ. തൽക്കാലം സ്വാധീനിക്കപ്പെടുന്നവരാൽ അവർ വോട്ട് ചെയ്യപ്പെടുന്നു. പണം കൊണ്ടായിരിക്കാം, എന്തെങ്കിലും വാഗ്ദാനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തലുകൾ കൊണ്ടായിരിക്കാം. അതൊക്കെ ജനാധിപത്യമാണ്. ഭൂരിപക്ഷം നേടിയ ആളുകൾ എങ്ങനെ ഭൂരിപക്ഷം നേടി എന്നാലോചിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം പോലെയൊന്ന് ആസന്നമായിരിക്കുന്നു ഭാരതത്തിൽ എന്ന് കാണാം. കാരണം നിലവിലുള്ള ജനാധിപത്യം, ആ ജനാധിപത്യം തന്നെ വലിയ പ്രശ്നമെന്നാണ് നമ്മുടെ അമിതാഭ് കാന്ത് ഈ അടുത്ത ദിവസം പറഞ്ഞത്. അല്ലേ, കൂടിപ്പോയി ഭാരതത്തിൻ്റെ ജനാധിപത്യം എന്നാണ്. സത്യത്തിൽ ഭാരതത്തിൻ്റെ ജനാധിപത്യം എന്താന്ന് നമ്മൾ കണ്ടു. അല്ലേ, കോവിഡ് കാലത്ത് ആളുകൾ അങ്ങനെ നടന്ന് നീങ്ങുന്ന അതിദയനീയമായ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടു.
ഇതാണ് ഭാരതം. ഇവർ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ഭരണാധികാരികളെ, ഇവർ തിരഞ്ഞെടുത്തതാണ് എന്ന് പറയാൻ പറ്റില്ല. അവർ ക്രിസ്തു പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. ആ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ നിന്നും എങ്ങനെ കവർന്നെടുക്കാം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷാ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അവർ ചെയ്യുന്നത് എന്ത് എന്നറിയാനുള്ള സ്വാതന്ത്ര്യമോ സാവകാശമോ വിദ്യാർത്ഥികളിൽ നിന്ന് അപഹരിക്കാൻ അവരെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ മതി, ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതി. തൊഴിലിന് വേണ്ടി മാത്രമുള്ള ഒരു ഒരുങ്ങലായി വിദ്യാഭ്യാസത്തെ കണ്ടാൽ മതി. അങ്ങനെ കാണുന്നതുകൊണ്ട് വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ആൾ ഒരു വിദ്യയുമില്ലാത്ത ആളാണ്. അയാൾ കോടതിയിൽ വരുന്നു, എന്നിട്ട് വിധി കൽപ്പിക്കുന്നു. ആ വിധിയിൽ താൻ ഏത് വർഗത്തിൽ നിന്ന് വരുന്നുവോ അവരോടുള്ള പക്ഷപാതം മാത്രം കാണിക്കുന്നു. കാരണം അയാൾക്ക് പ്രത്യക്ഷത്തിലേ വിദ്യാഭ്യാസമുള്ളൂ, യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അയാൾ ഇരുന്ന് പഠിച്ചതാണ്, നല്ല മാർക്കുള്ള ഒരാളാണ്. പക്ഷെ മാർക്കും വിദ്യാഭ്യാസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ അവയർനെസ്സിൻ്റെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല. എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതെ, ലോക നിലവാരമുള്ള വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ അപൂർവമേ ഉള്ളൂ. ഉള്ള JNU പോലെയുള്ള തലങ്ങൾ കലാപപൂർണമാണ് എപ്പോഴും. കാരണം വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരപ്പോൾ മനസ്സിലാക്കുന്നു എത്ര സ്വതന്ത്രരാണ് ഭാരതീയർ എന്ന് മനസ്സിലാക്കും. അങ്ങനെ പല വിധത്തിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള, ബോധത്തിലേക്ക് നയിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആ ഫ്രഞ്ച് വിപ്ലവമെങ്കിൽ, അതുപോലെ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് സമാനമായ സകലരെയും സ്പർശിക്കുന്ന പുതിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനുള്ള ഒരവസ്ഥ ഇവിടെ പതുക്കെ രൂപം കൊള്ളുമായിരുന്നു. അപ്പോഴാണ് കോവിഡ് പോലെ വന്ന് ഇതുപോലെ കോവിഡിൻ്റെയും ഭരണകൂടത്തിൻ്റെയും താല്പര്യം വലിയ രഞ്ജിപ്പിലാണ്. എന്ത് വേണമെങ്കിലും നടത്താം, ഒരാളും ചോദിക്കാനില്ല. പിന്നീടായിരുന്നു ഈ 370 വകുപ്പ് പിൻവലിച്ചതെങ്കിൽ അന്നുണ്ടായിരുന്ന പ്രക്ഷോഭം പോലും ഇന്ത്യയിലുണ്ടാവുമായിരുന്നില്ല. കോവിഡ് വന്നതിന് ശേഷം എന്താ നടത്തിക്കൂടാത്തത്? ആളുകളെ ഇങ്ങനെ അകറ്റി നട്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കാത്തത്? ഒരു പേരും പരസ്പരം കൂട്ടിമുട്ടാൻ പോകുന്നില്ല കവി പറയുന്നത് പോലെ. പക്ഷേ അകന്നിരിക്കുക തന്നെ ചെയ്യും. കോവിഡിൻ്റേതുപോലുള്ള ഒരു കൃഷിസ്ഥലത്ത്, ആ കൃഷിസ്ഥലത്തായിരുന്നു നമ്മൾ കുറഞ്ഞ കാലമായിട്ട്. ആ കൃഷിസ്ഥലത്ത് നിന്ന് നമുക്ക് പോരേണ്ടതുണ്ട്, മുന്നോട്ട് വരണം. വിദ്യാഭ്യാസം തന്നെയായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം. പരീക്ഷ ആയിക്കൂടാ. ഇത്രമേൽ പരീക്ഷകൾ എന്തിന് നടത്തണം എന്ന് നിങ്ങൾ ചോദിക്കണം. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൊല്ലത്തിൽ ഒരു പരീക്ഷ, 2 കൊല്ലത്തിൽ ഒരു പരീക്ഷ, കൊല്ലത്തിലുമില്ല. ആ ഒരു മാസമൊക്കെ പഠിക്കും. അല്ലാത്ത സമയത്ത് പലതും പഠിക്കും, ജീവിതം പഠിക്കും, പിന്നീടുള്ള ജീവിതത്തിന് ആവശ്യമായതെല്ലാം പഠിക്കും. ഇപ്പോഴോ ദിവസവും പരീക്ഷയുടെ തലേ ദിവസമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളതല്ലാത്തതൊന്നും പഠിക്കുന്നില്ല. പുറത്തേക്ക് വരുന്നത് നിരക്ഷരനായ ഒരു ബിരുദധാരി ആണ്. ഈ നിരക്ഷരരായ ബിരുദധാരികൾ ഇരിക്കുന്നു ന്യായാധിപന്മാരായി, പോലീസ് ഉദ്യോഗസ്ഥന്മാരായി, സെക്രട്ടറിമാരായി. അവർ പറയുന്നു ജനാധിപത്യം വല്ലാതെ കൂടിപ്പോയി എന്ന് അവർ പറയുന്നു. അവരെ പിന്തുണയ്ക്കുന്ന ഭരണകൂടമുണ്ടാകുന്നു. ആ ഭരണകൂടം അതിശക്തിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കെന്തും ആയുധം. നിങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നമ്മൾ ഇഷ്ടപ്പെടില്ലേ? നിങ്ങളുടെ ജീവനാണ് എനിക്ക് പ്രധാനം എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന് എത്ര വലിയ ഒരു പൊയ്മുഖമാണ് വെക്കാൻ സാധിച്ചിരിക്കുന്നത്. ആ പൊയ്മുഖമാണ് ഇത്. ഈ മാസ്ക്
നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നു ഒരു പൊയ്മുഖം. അതാണ് പുതിയ ജനാധിപത്യത്തിൻ്റെ പൊയ്മുഖം. ബൈബിളിൽ പറയുന്നുണ്ട് ഇങ്ങനെ, മോശ പറയുന്നതാണ്, കാളയുടെ മുഖക്കൊട്ട കെട്ടാൻ പാടില്ല, അത് ധാന്യം ഇഷ്ടം പോലെ തിന്നുകൊള്ളട്ടെ. നമ്മൾ വിലക്കപ്പെട്ടിരിക്കുന്നു ഈ പൊയ്മുഖത്താൽ. ഈ പൊയ്മുഖം ഭരണകൂടത്തിൻ്റെ പൊയ്മുഖമാണ്. പക്ഷെ നമുക്ക് ജീവനും ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് നിലനിർത്തി തന്നെ ഒരു പൊയ്മുഖവുമില്ലാത്ത ജീവിതം നാം നയിച്ചേ പറ്റൂ, ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തുണ്ടാകും? അപ്പോൾ കവിത, കഥ, ഇതുപോലെ പ്രതീകാത്മക ശക്തിയുള്ളതൊക്കെ കൂടുതൽ ശക്തിയുള്ളതായിത്തീരും എന്നതാണ് കാരണം. പരസ്പര സംവാദം അസാധ്യമായിത്തീരുമ്പോൾ കൂടുതൽ ഗാഢമായ പരസ്പര സംവാദത്തിനുള്ള കലാസൃഷ്ടികൾ ലോകത്തിൽ കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകളിലൊക്കെ അത് നിരന്തരം വെല്ലുവിളികളായി, നിഴലുകളായി ഇരിക്കും. അതിനെ നമ്മൾ മാറ്റുക തന്നെ ചെയ്യേണ്ടതായും വരും. അപ്പോൾ ഏത് തടസ്സവും പുതിയ ഒരു മാറ്റത്തിൻ്റെ ഊർജമായിരിക്കും. അങ്ങനെയല്ലേ വിദ്യുത് ശക്തി ഉണ്ടാക്കുന്നത്, അല്ലേ? അതെ, എല്ലാ തടസ്സങ്ങളും മാറ്റത്തിൻ്റെ ഊർജമായിരിക്കും. ഈ പൊയ്മുഖങ്ങൾ യഥാർത്ഥമായ മുഖം ഉള്ളവരായി മാറാൻ നമ്മളെ ഓർമ്മിപ്പിക്കും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ നേരത്തെ, ഇപ്പോൾ ഈ മാസ്ക് ധരിച്ചിട്ടുള്ള ആളുകൾ കൈ ഉയർത്തി കാണിക്കും. പക്ഷേ ഞാൻ ചിരിക്കുകയില്ല, എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർക്ക് വലിയ നിരാശയാണ് ഉണ്ടാവുക. കാരണം എന്താ? അൺകോൺഷ്യസിൽ അവർ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, അൺകോൺഷ്യസിൽ അവർ ഈ മാസ്ക് ധരിച്ചിട്ടില്ല. ഇത് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ധരിക്കാത്തവരെ പോലെ അവർ നമ്മളോട് ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാവണ്ടേ, നമ്മൾ ചിരിച്ചാൽ അവർക്ക് മനസ്സിലാവണ്ടേ? അങ്ങനെ പരസ്പരം മനസ്സിലാകാത്തവരായിത്തീരുന്നു. ഗാന്ധി പറയുന്നുണ്ട്, ഈ വലിയ ഒരു പ്രകൃതിക്ഷോഭം വന്നപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, ബീഹാറിൽ പ്രകൃതിക്ഷോഭം വന്നപ്പോൾ ഗാന്ധി പറയുന്നത് ഇത് അൺടച്ചബിലിറ്റിക്ക് കിട്ടിയ ശിക്ഷയാണ് എന്ന് പറയുന്നുണ്ട്. അന്ന് രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചു, അന്ധവിശ്വാസം വളർത്തുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഗാന്ധി പറഞ്ഞതിലൊരു സത്യമുണ്ടായിരുന്നു. ആ സത്യം എന്താണെന്ന്, ഇങ്ങനെ എപ്പോഴാണ് മരണം എന്നറിഞ്ഞുകൂടാത്ത മനുഷ്യൻ എന്തിൻ്റെ പേരിലാണ് അന്യമനുഷ്യനെ വെറുക്കുന്നത്, എന്തിൻ്റെ പേരിലാണ് അയാളെ തൊട്ടാൽ അയാൾക്ക് അശുദ്ധി ഉണ്ടാകുന്നത്? അതുകൊണ്ട് മരണത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രേരണയായി തീരേണ്ടതാണ്. പരസ്പരമായ ഇത്തരം ഭേദചിന്ത ഇല്ലാതിരിക്കാനുള്ള പ്രേരണയായി തീരേണ്ടതാണ്. കോവിഡിനെയും അങ്ങനെ വിശാലാർത്ഥത്തിൽ കാണേണ്ടതായിരുന്നു. മറിച്ച് അതിനെ സങ്കുചിതമായി ഭരണകൂടങ്ങൾ ഉപയോഗിച്ചു. എല്ലാ നാട്ടിലും ഉപയോഗിച്ചു, ഇവിടെ മാത്രമൊന്നുമല്ല, കേരളത്തിലും ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാർത്ഥി ജീവിതം കവർന്നെടുക്കപ്പെട്ട നിങ്ങളുടെ മുദ്രാവാക്യം എന്ന നിലയിലാണ് ഈ മുദ്രാവാക്യം ശക്തമായിത്തീരുന്നത്. മുൻപൊരിക്കലാണെങ്കിൽ ഈ മുദ്രാവാക്യത്തിന് ഈ ശക്തി ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ വിദ്യാർത്ഥികളല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി വിദ്യാർത്ഥികളായി തീരുകയും വേണം. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മതവിശ്വാസം ഫണ്ടമെൻ്റലിസം അല്ലാതായിത്തീരും, യഥാർത്ഥ മതവിശ്വാസം ആയിത്തീരും. അങ്ങനെയായിത്തീരുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ബോധം എന്താണ്? രാഷ്ട്രീയം സമൂഹത്തിൻ്റെ നടത്തിപ്പിൽ നിങ്ങൾക്കുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ അത് രാഷ്ട്രീയമാണ്. സമൂഹത്തിൻ്റെ നടത്തിപ്പ് രാഷ്ട്രീയമാണ്. ഇതെല്ലാമായ രാഷ്ട്രീയം രാഷ്ട്രീയ ബോധമുള്ളവൻ്റെ രാഷ്ട്രീയമായി തീരും. അങ്ങനെ വാസ്തവത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ ഉണർവ്, വലിയ ചിന്തകൾക്കെല്ലാം വന്നു ചേരും. അങ്ങനെ പ്രവാചകന് വന്നു ചേരാം, അങ്ങനെ സോക്രട്ടീസിന് വന്നു ചേരാം, അങ്ങനെ അരിസ്റ്റോട്ടലിന് വരാം, അങ്ങനെ ഗാന്ധിക്ക് വരാം, ക്രിസ്തുവിന് വരാം, ബുദ്ധന് വരാം. പുതിയ അവരൊക്കെ
അവരൊക്കെ വിദ്യാഭ്യാസ പരിഷ്കർത്താക്കളായിരുന്നു പ്രാഥമികമായി എന്നർത്ഥം. അവരൊക്കെ ഭൂമിയിലെ ഗുരുനാഥന്മാരായിരുന്നു. അതുകൊണ്ട് പരീക്ഷയല്ലാത്ത പഠനം, അധ്യാപകനല്ലാത്ത ഗുരുനാഥൻ, പ്രത്യക്ഷ ജീവിതമല്ലാത്ത വലിയ ജീവിതം, ഇതിലേക്കെല്ലാം നമ്മളെ എത്തിക്കാൻ കഴിയുന്ന വലിയ പ്രേരണ ഇതുപോലുള്ള കാലഘട്ടത്തിൻ്റെ സവിശേഷതയായി തീരും എന്നതുകൊണ്ട് വളരെ പോസിറ്റീവായ ചില അംശങ്ങൾ ഇതിൽ നിന്ന് കണ്ടെടുക്കേണ്ടതാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം പോലെയൊന്നുമല്ല. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ? നിങ്ങളും ഞാനും ഈ കാലത്തൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു വെബിനാറിലും ഓൺലൈനിലുമൊക്കെ. വലിയ നിരാശയായിരുന്നു എനിക്ക്. കാരണം എന്താ? മുമ്പിലിരുന്ന് കേൾക്കുന്ന മനുഷ്യരുടെ മുഖത്തെ പ്രതികരണം ആണ് എന്നെ അടുത്ത വാക്യം പറയാൻ പ്രേരിപ്പിക്കുക, എന്നെ ചുമതലപ്പെടുത്തുക. അതില്ലാത്ത നിർജീവമായ എവിടെയോ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ എന്ത് പറയാനാണ്? ഏതായാലും ഈ കോവിഡ് കഴിയുമ്പോൾ നമ്മൾ പ്രത്യാശിക്കുന്ന പോലെയൊന്നും അല്ല ഉണ്ടാകാൻ പോകുന്നത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നമ്മളിങ്ങനെ സ്ലിങ്ങിൽ കൈയൊക്കെ ഒടിഞ്ഞാൽ സ്ലിങ്ങിലിട്ട് വെക്കും അല്ലേ? അത് അഴിച്ചു കഴിഞ്ഞാലും കൈ അവിടെ തന്നെ വന്ന് നിൽക്കും അല്ലേ? ഒരു കൊല്ലക്കാലത്തെ പരസ്പര സ്നേഹമില്ലായ്മയുടെ, പരസ്പര ബന്ധമില്ലായ്മയുടെ, അപരൻ ശത്രുവാണ് എന്ന ബോധത്തിൻ്റെ ഫലം പെട്ടെന്നൊന്നും നമ്മളെ വിട്ടുമാറുകയില്ല. അത് വിട്ടുമാറാൻ വലിയ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ എന്നതാണ് ഒരു കാരണം. അത്ര വലിയ അന്യനോട് ഇങ്ങനെ വെറുപ്പോ, അയാൾ തൊട്ടുപോയാൽ, അയാൾ നോക്കിയാൽ, അയാൾ മുഖം മൂടി അഴിച്ചാലോ ഒക്കെ ഭയപ്പെട്ടു പോകുക. എൻ്റെ ജീവന അയാൾ മൂലം നഷ്ടപ്പെടുന്നത്. ശത്രുവാകാതിരിക്കുകയോ? അതുകൊണ്ട് ഈ അപരവിദ്വേഷം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അപരവിദ്വേഷവുമായി വന്ന് വർദ്ധിപ്പിക്കാനെത്തിയിരിക്കുന്ന ഈ രോഗത്തിൻ്റെ കാലം കഴിഞ്ഞാലും അത് നിൽക്കും. അതിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ, കൂടിയിരിപ്പുകൾ, കൂടിച്ചേരലുകൾ, കൂടിയാലോചനകൾ ഒക്കെ അനിവാര്യമായി തീരും. അതൊക്കെയാണ് ലോകം നമ്മളോട് കോവിഡിലൂടെ അനുസ്മരിപ്പിക്കുന്ന കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 1-2 കവിതകൾ വായിക്കാം, എന്നിട്ട് അതിൻ്റെ കൂടെ പറയാനുള്ളത് പറയുകയും ചെയ്യും. എൻ്റെ പ്രവാചകൻ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് ഇപ്പോൾ. അത് യാദൃച്ഛികമായി താമരശ്ശേരിയിലെ ഒരു നബി ദിനത്തിൽ, നോളജ് സിറ്റിയുടെ നബി ദിനത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ യാദൃച്ഛികമായി എഴുതിയതാണ്. പൊതുവെ ഒരു കവിതയും ആവശ്യപ്പെട്ട് എഴുതിയതായി എനിക്ക് ഓർമ്മയില്ല. ആകെ ഉള്ളത് ഈ ഒരു കവിതയാണ്. എല്ലാം സംഭവിക്കുന്നതാണ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് പോലെയാണ് കവിത എന്ന് പറയുന്നത്. അതിനായിട്ട് കാത്തിരുന്നാലോ, എന്നാൽ കാത്തിരിക്കാതിരുന്നാലോ അത് വരികയില്ല. അത് വരുന്നത് ഒരു ഇൻറ്റ്യൂഷനാണ്, ഒരു ബോധോദയമാണ്. നാം പണ്ടെപ്പോഴോ കണ്ടുമറന്ന ഒരാളെ വഴിയിൽ കാണുന്നത് പോലെ ഒരു കവിത നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുകയും നാം അയാളെ സ്വീകരിച്ചിരുത്തുകയുമാണ് ചെയ്യുക. കവിത എഴുതുന്ന മുറി നേരത്തെ നിലവിലുണ്ടായിരുന്നതല്ല, അപ്പോൾ നിലവിൽ വരുന്നതും അത് കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകുന്നതും ആണ്. വെറുതെ അവിടെ ഇരുന്നിട്ട്, നമ്മൾ ഇരിക്കുന്ന മുറിയിൽ ഇരുന്നിട്ട് എത്ര ഇരുന്നാലും കവിത വരികയില്ല. കവിത എന്താ? ഒരുപാട് സ്മരണകളുടെ, ഒരുപാട് ധാരണകളുടെ അത്ഭുതകരമായ ഒരു ഉദ്ഗ്രഥനമാണ്. അതുകൊണ്ട് എന്നോട് ഈ നോളജ് സിറ്റിക്കാർ പറഞ്ഞപ്പോൾ എഴുതിയ കവിതയേക്കാൾ ഇപ്പം അത് വലുതാണ്. അത് ഇങ്ങനെ: പ്രവാചകനോട് അങ്ങ് നിരക്ഷരനായിരുന്നെന്ന് പറയപ്പെടുന്നുവല്ലോ. ആയിരിക്കാം. അക്ഷരങ്ങളോളമേയുള്ളൂ സാക്ഷരൻ. എഴുതിയതേ അവന് വായിക്കാനാവൂ, അറിഞ്ഞതേ തിരിച്ചറിയാനാവൂ. അങ്ങ് വായിച്ചത് മുമ്പാരും എഴുതാത്തത്, അങ്ങ് അതുവരെ ആരും കേട്ടിട്ടില്ലാത്തത് കേട്ടു.
അതിൻ്റെ ഭാരത്തിൽ അങ്ങേ വഹിച്ച ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ മണലിൽ താണു. അവിടുത്തെ ചൂഴുന്ന പ്രകാശം അപ്പപ്പോളതിച്ച വാക്കുകളിൽ അങ്ങ് വാങ്ങിവെച്ചു. അതാണ് ഖുർആൻ. അങ്ങ് വാങ്ങിവെച്ചു. നിരക്ഷരനല്ലാതെ നിരക്ഷരത നീക്കാനാവുമോ എന്നാണ് ഇപ്പോൾ ആ കവിത. കവിത നമ്മുടെ ഒപ്പം ഇങ്ങനെ വളരും. എപ്പോഴും പിന്നെ വായിച്ചു നോക്കിയാലും തോന്നും അതിൻ്റെ വളർച്ച പൂർത്തിയായിട്ടില്ല എന്ന്. കവിതയുടെ ഒരു വലിയ സവിശേഷത എന്താ? കവിത വായിക്കുമ്പോൾ വായനക്കാരൻ കവിയായിത്തീരുന്നു എന്നതാണ്. കവിതയ്ക്ക് കഥയെ അപേക്ഷിച്ച് നാടകത്തെ അപേക്ഷിച്ച് ഉള്ള വ്യത്യാസം. കഥ വായിക്കുമ്പോൾ നിങ്ങൾ കഥാകാരനായി മാറുന്നില്ല. കഥ വിവർത്തനം ചെയ്യാൻ ഒരാൾ കഥ എഴുതുന്ന ആളാകണമെന്നില്ല. കവിത വിവർത്തനം ചെയ്യാൻ ഒരാൾ കവിയായാലേ പറ്റും. അത് വായിക്കും ഗ്രഹിക്കാൻ കാതുകൊണ്ടല്ല കവിത ഗ്രഹിക്കുക, ഭാവന കൊണ്ട് ആണ്. അത്രയും ഭാവന കൊണ്ട് ഗ്രഹിക്കേണ്ട ഒന്നാണ് കവിത എന്നതിനാൽ അത് വായിക്കുമ്പോൾ നമ്മൾ കവിയായിത്തീരുന്നു, വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ കവിയായിത്തീരുന്നു. കവിയായി തീർന്നുകൊണ്ടല്ലാതെ അത് ഗ്രഹിക്കാനോ അത് കൊണ്ടു നടക്കാനോ സാധ്യമല്ല. അങ്ങനെ സാധിക്കുമ്പോഴുള്ള വലിയ വ്യത്യാസം ഓരോരുത്തരും ഓരോരോ കവിതകൾ കേൾക്കുന്നു എന്നതാണ്. ആശ്വാസം എന്ന് പറയുന്ന എൻ്റെ അമ്മ എന്ന് പറയുന്ന കവിത ഇവിടെ വായിച്ചു, പൂർണ്ണമായിട്ട് വായിച്ചില്ലെങ്കിലും വായിച്ചു. അപ്പോൾ ആ കവിത എൻ്റെ അമ്മയെക്കുറിച്ചുള്ള കവിതയാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയില്ല. ആ കവിത നിങ്ങളുടെ അമ്മയെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ അമ്മയെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ അനുഭവങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് നല്ല കവിതയാണെങ്കിൽ ആണ് എന്ന് തോന്നുക. അല്ലെങ്കിൽ അത് ഗദ്യമാണ്. ഗദ്യമാകട്ടെ പറയുന്ന ആളുടെ അനുഭവമാണ്. അത് അയാളെ കൂടാതെ നമുക്ക് മനസ്സിലാവില്ല. ആ സാഹചര്യത്തെ കൂടാതെ നമുക്ക് മനസ്സിലാവില്ല. ഏത് സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നുവോ ആ സാഹചര്യത്തിലേ അത് അർത്ഥമാകൂ. അതിനപ്പുറത്ത് അത് അർത്ഥമാകണമെങ്കിൽ അത് കവിതയായിരിക്കണം. ഭൂമിയിലെ എല്ലാ ഉദ്ധരണികളും എല്ലാ കൊട്ടേഷനുകളും ശാസ്ത്രത്തെക്കുറിച്ചുള്ളതാകാം, സ്പോർട്സിനെ കുറിച്ചുള്ളതാകാം, സംഗീതത്തെക്കുറിച്ചുള്ളതാകാം, എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ഡെഫനിഷൻ്റെ മദർ ടങ് എന്ന് പറയുന്നത് പോയട്രിയാണ്. എല്ലാ പുസ്തകങ്ങളുടെയും പുസ്തകം എന്തോ ആയിക്കൊള്ളട്ടെ, എത്ര മോശമോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ശീർഷകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് പോയട്രിയിൽ ആണ്. എന്ത് ശീർഷകം കൊടുക്കും ഈ കഥയ്ക്ക്, ഈ നോവലിന്, ഈ നാടകത്തിന് എന്ന് ആലോചിച്ച് മനസ്സ് പുകയും നമ്മൾ. എന്നിട്ട് നമ്മുടെ എല്ലാ ഫാക്കൽറ്റികളും ഒന്നിച്ച് പ്രവർത്തിച്ച് ഉദ്ഗ്രഹിച്ച് നമ്മളൊരു വാക്ക് അതിന് ശീർഷകമായി കണ്ടെത്തുന്നു. അതുകൊണ്ട് എല്ലാ നിർവചനങ്ങളുടെയും മാധ്യമം കവിതയാണ്. എല്ലാ ശീർഷകങ്ങളുടെയും മാധ്യമം കവിതയാണ്. അവിസ്മരണീയമായ എല്ലാ വചനങ്ങളുടെയും മാധ്യമം കവിതയാണ്. അതുകൊണ്ട് ഖുർആൻ, അതുകൊണ്ട് ബൈബിൾ, അതുകൊണ്ട് ഉപനിഷത്ത് എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് കവിത എന്ന് പറയുന്ന മാധ്യമത്തിലാണ്. അതുകൊണ്ട് അത് മറ്റെല്ലാ മാധ്യമങ്ങളെക്കാളും ഉയരത്തിലാണ് എന്നതിൽ എനിക്കൊരു സന്ദേഹവുമില്ല. അത് വായിക്കുന്നവനെ കവിയാക്കി പരിണമിപ്പിക്കുന്നു എന്ന് അർത്ഥം. ഇനി ഒരു കവിത, ഇന്ന് രണ്ട് രാഷ്ട്രീയമുള്ള കവിതയുണ്ട്. ഇതും രാഷ്ട്രീയമൊക്കെ ഉണ്ട്, എന്നാലും പ്രത്യക്ഷത്തിലല്ല. നഗ്നസത്യം കേട്ടിരിക്കണം, യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒരുപാട് ആൾ കണ്ടു. നഗ്നസത്യം, നേക്കഡ് ട്രൂത്ത് എന്ന് ഇംഗ്ലീഷ് പറയും. അതെന്താ ട്രൂത്ത് ഇങ്ങനെ നേക്കഡ് ആവാൻ എന്നൊരു ചോദ്യം അപ്പോൾ മനസ്സിൽ വരും.
അതിനുള്ള ഒരു മറുപടിയാണ് ഈ കവിത. അതുകൊണ്ട് നേക്കഡ് ട്രൂത്തിൻ്റെ ഒരു ഉൽപ്പത്തി കഥയാണ് ഈ കവിതയിലെ കഥ. പണ്ട് ഒരു പ്രഭാതത്തിൽ നേരും നുണയും കുളിക്കാനിറങ്ങി. കരയിൽ ഉടുപ്പഴിച്ചു വെച്ച് അവർ ആറ്റിലിറങ്ങി. നുണയ്ക്കെപ്പോഴും തിടുക്കമാണ്. നുണ ഒന്നും അറിഞ്ഞാസ്വദിക്കാറില്ല. ഒരു നുണ പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യമാവും. ദിവസം ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല, ഒന്നിനും ഒരു സ്വാദം ഉണ്ടാവില്ല. ആ നുണ കൊണ്ട് നിങ്ങൾ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എവിടെയോ ഒരു കുറ്റബോധം ഉണ്ടാകും. നുണയ്ക്കെപ്പോഴും ഫാബ്രിക്കേറ്റഡാണ് നുണ, സത്യം ഫാബ്രിക്കേറ്റഡ് അല്ല. നുണ ഒന്നും അറിഞ്ഞാസ്വദിക്കാറില്ല. തലേന്ന് പറഞ്ഞത് മാറിപ്പോകാതിരിക്കാൻ തന്നെ മറന്നുറങ്ങാറ് പോലുമില്ല. തലേന്ന് പറഞ്ഞത് മാറിപ്പോകാതിരിക്കാൻ തന്നെ മറന്നുറങ്ങാറ് പോലുമില്ല. അങ്ങനെ ഉറങ്ങിപ്പോയാൽ പിറ്റേന്ന് ബുദ്ധിമുട്ടാവും. എവിടെ എത്ര ചുമതലകളാണ് അല്ലേ? ഒരു നുണ സ്ഥാപിക്കാൻ വേണ്ടി എത്ര നുണകൾ പറയണം അല്ലേ? എവിടെ എത്ര ചുമതലകളാണ്. നുണ നൊടിയിടയിൽ കുളിച്ചു കയറി. അതിനുകൊണ്ട് ക്ഷമയൊന്നുമില്ല, പെട്ടെന്ന് കുളിച്ചു കയറി. നുണ അതേ വസ്ത്രം വീണ്ടും ധരിക്കാറില്ല. വീണ്ടും അതേ വസ്ത്രം ധരിക്കാത്തവരിലൊക്കെ ഒരു നുണയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എന്നല്ലാതെയുമല്ല ഞാൻ പറയുന്നത്. നുണ അതേ വസ്ത്രം വീണ്ടും ധരിക്കാറില്ല. മറ്റാരുടെയോ വസ്ത്രത്തിലാണ് അതിനെപ്പോഴും വെമ്പൽ. മറ്റൊരാളെ പോലെയാകുക, മറ്റൊന്നിലേക്ക് നീങ്ങുക. മറ്റാരുടെയോ വസ്ത്രത്തിലാണ് അതിനെപ്പോഴും വെമ്പൽ. കരയിലഴിച്ചു വെച്ച സത്യത്തിൻ്റെ ഉടുപ്പെടുത്തിട്ട് നുണ ദ്രുതഗതിയിൽ സഞ്ചരിച്ചു. സത്യത്തിന് തിടുക്കമില്ല. എത്താനാവാത്തിടത്ത് കൃത്യസമയത്ത് എത്താമെന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം സമയം മറ്റാരുടേതുമായി കൂട്ടിക്കിട്ടിയിട്ടില്ല. സത്യം സാവകാശത്തിൽ കുളിച്ചു കയറി. കരയിൽ തൻ്റെ ഉടുപ്പിരുന്നിടത്ത് നുണയുടെ ഉടുപ്പ്. സത്യം മറ്റാരുടെയും ഉടുപ്പ് ഇടാറില്ല. സത്യത്തിന് ഒന്നും കാട്ടാനില്ല. പാപം ചെയ്യാത്തതിനാൽ ലജ്ജയില്ല. സത്യം ഒന്നും ധരിക്കാതെ പുറപ്പെട്ടു. സത്യത്തിൻ്റെ ചമയത്തെ അല്ലാതെ സത്യത്തെ കണ്ടിട്ടില്ലാത്തവർ സത്യത്തെ തിരിച്ചറിഞ്ഞതും ഇല്ല. ഭാരതത്തിൽ ജയിലുകളിൽ ഒരുപാട് നിരപരാധികൾ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിരപരാധികൾ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കോടതി തെളിവ് കോടതി ആണ് എന്നതിനാൽ. നിരപരാധിക്ക് എന്ത് തെളിവാണ് കൊടുക്കാൻ കഴിയുക? അനുഭവിക്കുകയല്ലാതെ എന്താണ് ചെയ്യുക? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മർദ്ദനം അനുഭവിച്ചതൊക്കെ നിരപരാധികൾക്കാണ്. അവരെ അപരാധികളാക്കാൻ നിയമപാലകർ നടത്തുന്ന മഹാപരിശ്രമത്തിൻ്റെ പേരാണ് മർദ്ദനം എന്ന് പറയുന്നു, ടോർച്ചർ എന്ന് പറയുന്നു. അതുകൊണ്ട് എത്രയോ ആളുകൾ തെളിവ് കൊടുക്കാനില്ല. തെളിവ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ കുറ്റം മനഃപൂർവ്വം ചെയ്ത ഒരാൾക്കല്ലേ ഉണ്ടാകൂ. അവർക്ക് തെളിവ് കൊടുക്കാം, അവർ രക്ഷപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് മർദ്ദനമെങ്കിലും കുറഞ്ഞു കിട്ടും. തെളിവ് കൊടുത്തു കഴിഞ്ഞു, ഞാനാ ചെയ്തത്, തീർന്നു. പിന്നെ അയാളെ എന്തിനാ മർദ്ദിക്കുന്നത്? ഇയാൾ എങ്ങനെയാ ഞാനാണ് എന്ന് പറയുക? ഒരു തെളിവുമില്ല അയാൾക്കൊരു രക്ഷയുമില്ല. അങ്ങനെ നിരപരാധികളായ ആളുകൾ നമ്മുടെ ജയിലുകളിലൊക്കെ കഴിയുന്നു എന്നർത്ഥം. ആളുകൾ ഈ വേറെ ഒരു സത്യത്തെയും നുണയും കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അത് ഞാൻ എൻ്റെ നോവൽ എവിടം എന്ന് പറയുന്ന പുതിയ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, ഈ സത്യവും നുണയും സഹപാഠികളായിരുന്നു.
സഹപാഠികളായിട്ടുള്ള സത്യവും നുണയും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കാണുക. അപ്പോൾ നുണ വലിയ അവസ്ഥയിലാണ്, ഗംഭീരമായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു, അയാൾ അശ്വാരൂഢനായിട്ട് കുതിരപ്പുറത്ത് പോവുകയാണ്, മറ്റാൾ കീറിപ്പറഞ്ഞ് ആകെ തളർന്ന ഒരു രൂപത്തിലാണ്. ഉടനെ ഈ നുണ അവിടെ ഇറങ്ങി തൻ്റെ കൂട്ടുകാരനെ കണ്ടു, അയാളെ കെട്ടിപ്പിടിച്ചു. എത്ര കാലമായി കണ്ടിട്ട് എന്ന് ചോദിച്ചു. നീ വല്ലാതിരിക്കുന്നല്ലോ, ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സത്യം പറഞ്ഞു, ഭക്ഷണമൊന്നും കഴിച്ചിട്ട് കുറച്ച് ദിവസമായി എന്നാണ്. നീ വാ, നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം, വലിയ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെ വലിയ ഉല്ലാസത്തിലാണ് അയാൾ, സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിഞ്ഞിട്ടും കുറേ കഴിഞ്ഞിട്ടും അയാൾ എണീക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മാനേജറെ വിളിപ്പിച്ചു, ഈ നുണ. എന്നിട്ട് മാനേജരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പരിചാരകൻ്റെ കയ്യിൽ ഒരു സോവറിങ്, ഒരു സ്വർണ്ണ നാണയം കൊടുത്തിരുന്നല്ലോ, ചില്ലറയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ആരാണ് അയാൾ എന്ന് ചോദിച്ചു. ഉടനെ നുണ ആദ്യം കണ്ട ആളെക്കുറിച്ച് പറഞ്ഞു, അയാളാണോ എന്ന് പറഞ്ഞു. അയാളെ വരുത്തി ചോദിച്ചു, നീ എന്താ ഇയാളുടെ ബാക്കി കൊടുക്കാത്തത് എന്ന് മാനേജർ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ആരും ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നുണ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഹോട്ടലിൻ്റെ സമ്പ്രദായമില്ലേ, ഞാൻ ഇപ്പോഴയാൾക്ക് പണം കൊടുത്തിട്ടേ ഉള്ളൂ, നിങ്ങൾ ആളുകൾക്കൊന്നും കൂലി കൊടുക്കാറില്ല, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത് എന്ന് കേട്ടപ്പോൾ അഭിമാനത്തിന് ക്ഷതമേറ്റ മാനേജർ വല്ലാതെ ക്ഷുഭിതനായി ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു, അയാളൊന്ന് കൊന്നു. അപ്പോൾ ഈ ആൾ എന്ത് ചെയ്തു എന്നറിയുമെന്ന് കള്ളൻ അയാളുടെ കയ്യിലുള്ള മറ്റൊരു സ്വർണ്ണ നാണയം എടുത്തിട്ട് മാനേജർക്ക് പറഞ്ഞു, നിങ്ങൾ ബാക്കി തന്നിട്ടില്ലെങ്കിലും കൊള്ളാം, എൻ്റെ പണം കൊടുക്കാതെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കണ്ടപ്പോൾ അത്യപൂർവം പേരെ ആ ഹോട്ടലിൽ സ്വർണ്ണ നാണയവുമായി വരാറുള്ളൂ എന്നതിനാൽ മാനേജർക്ക് വലിയ കുറ്റബോധമായി. അങ്ങനെ നമ്മുടെ സത്യവും നുണയും കൂടി ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്നത് ആ പരിചാരകന് മർദ്ദനമേറ്റുള്ള നിലവിളിയാണ്, തീരാത്ത നിലവിളി. അപ്പോൾ ഈ നുണ കൂട്ടുകാരനോട് പറഞ്ഞു, ഇനി നമ്മൾ എന്നാ കാണുക എന്ന് ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞു, ഇനി നമ്മൾ കാണുകയില്ല എന്ന്. അതാണ് സത്യത്തെയും നുണയെയും കുറിച്ചുള്ള മറ്റൊരു കഥ. ഇത്തരം കഥകളൊക്കെ കവിതകളായാൽ പ്രത്യേകിച്ച് അവയുടെ പ്രത്യക്ഷാർത്ഥത്തെ ലംഘിച്ച് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സല്ലപിക്കാനായി കൂടെ വരും. അതിന് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റൊന്നിനും പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കോവിഡ് പോലെ ഒരു കാലത്ത് എല്ലാം നഷ്ടപ്പെടുമ്പോൾ കഥയുടെയും കവിതയുടെയും ഒക്കെ ശക്തികൾ വീണ്ടെടുക്കണം, അത് എല്ലാം പറഞ്ഞു തരും എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി പുതിയ കാലത്തിൻ്റെ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, മൊബൈലിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് പുതിയ കാലത്തിൻ്റെ സംഘർഷം. വാസ്തവത്തിൽ ഈ കോവിഡിൻ്റെ വന്നത് മൊബൈലും ഇൻ്റർനെറ്റും ഇല്ലാത്ത ബന്ധത്തെ, സമൂഹത്തെ അതുകൊണ്ട് പക്ഷെ നേരത്തെ അതെന്ത് ചെയ്തിരിക്കണു, നിങ്ങളെ കൂടുതൽ സെൽഫ് സെൻറ്റേഡ് ആക്കിയിരിക്കും. ഇപ്പോൾ ഒരു സെൽഫി എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ, ഇതിലൊക്കെ പല സങ്കീർണങ്ങളായ വിഷയങ്ങൾ. ഒരു സെൽഫി എടുക്കാൻ മുമ്പ് സാധിക്കുമായിരുന്നില്ല. ഫോട്ടോഗ്രാഫർ നമ്മളെ എടുത്താൽ മാത്രമേ നമുക്ക് പോസ് ചെയ്യാനേ അധികാരമുണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള അധികാരം കിട്ടി എന്നതാണ് സെൽഫിയുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് അത് തീരെ ഇല്ലാതിരുന്ന പെൺകുട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ വിപ്ലവം ഉണ്ടാക്കി ആ അർത്ഥത്തിൽ സെൽഫി. അതുകൊണ്ടൊരു അച്ഛനും മകളുടെയും കഥയാണ് ഈ പറയുന്നത്, അച്ഛനും മകളും. അത് വായിച്ചിട്ട് ഞാൻ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമോ മറ്റോ ഉണ്ടെങ്കിൽ ഉത്തരം പറയാം. പിന്നെ അത്രമാത്രം. അച്ഛനും മകളും. അച്ഛൻ മൊബൈൽ നെഞ്ഞത്ത് വെച്ചുറങ്ങുന്ന മകളുടെ മുഖശാന്തി കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ഒരു നിലത്തും ഒരു കൊമ്പിലും ഇരിപ്പുറയ്ക്കാത്ത
എൻ്റെ ബഹുകോശ ജീവി ഏകകോശ ജീവിയായി തന്നിൽ തന്നെ സ്വസ്ഥയായോ? ഏറിയ അലച്ചിലുകൾക്ക് ശേഷം ജീവൻ പുറപ്പെട്ടെടുത്ത് തന്നെ തിരിച്ചെത്തിയോ? നിരവധി ജന്മങ്ങളിലായി അച്ഛന് കാണാം ഉപയോഗം കുറഞ്ഞു കുറഞ്ഞ് നിൻ്റെ കൈകാലുകൾ ശോഷിച്ചു വരുന്നത്. അധ്വാനത്തിലൂടെ രൂപപ്പെട്ടതാണ് നമ്മുടെ കൈയും കാലും ഒക്കെ. അധ്വാനമില്ലാതെ വന്നാലോ ഒരു വിരലും വെടിപ്പുമായി നീ ചുരുങ്ങുന്നത് അടുത്ത നാളുകളിലായി ഞാൻ കാണുന്നു. നീ നടക്കാതെ നിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു, ക്ലാസ്സിൽ കയറാതെ പരീക്ഷകളിൽ നീ ജയിക്കുന്നു, ബാങ്കിൽ പോകാതെ ഇടപാടുകൾ നടത്തുന്നു, തീയില്ലാതെ വെള്ളമില്ലാതെ അന്നമില്ലാതെ പാചകം ചെയ്യുന്നു, വിതയ്ക്കാതെ കൊയ്യുന്നു, എങ്ങും പോകാതെ എല്ലായിടത്തും എത്തുന്നു, ഒന്നും കൂടാതെ സംഭവിക്കുന്നു. ഇരുന്നു കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, ഇരുന്നു കൊണ്ട് ബന്ധങ്ങൾ അറുക്കുന്നു, പൊതുവിടങ്ങൾ നിർജ്ജനമാക്കുന്നു, പാട്ടിടങ്ങൾ നിശബ്ദമാക്കുന്നു, അധ്വാനങ്ങൾ അസംബന്ധമാക്കുന്നു, എച്ചിലായിത്തീർന്ന സമയത്തെ, ദുർബലമായിത്തീർന്ന ദൂരത്തെ വിരലിലെടുത്ത് മാറ്റുന്നു. എന്ത് ബന്ധമിതിനെൻ്റെ ബന്ധുരേ. നെഞ്ഞത്തുള്ളത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. ആജ്ഞാപിക്കണ്ട, പതുക്കെ തൊട്ടാൽ മതി. നെഞ്ഞത്തുള്ളത് ഏത് കൊടിയ വിശപ്പിൻ്റെയും ബലയും അതിബലയും മന്ത്രിച്ചാൽ മതി. മകളെ, നീ ശമിക്കുകയാണ്. നീ നിങ്ങളിലേക്ക് വരികയാണോ? ഇനി പുതിയ തലമുറയുടെ മറുപടി, മകൾ. അപ്പുറത്തെ നിരീക്ഷിച്ച് മുറിച്ച് പാളത്തിലൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പുറത്തെ പാളത്തിൽ കൂടി വണ്ടി വന്നില്ലേ എന്ന് സൂക്ഷിച്ച്, അപ്പുറം എപ്പോഴും പഠിച്ചിട്ട് അതാകണ്ടേ, അപ്പുറത്ത് എന്താകണ്ടേ. ഇതാണ് പഴയ തലമുറയുടെ പ്രശ്നം. അപ്പുറത്താണ് അവരുടെ ഉത്കണ്ഠ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്തെ വണ്ടി അവരെ അട്ടിമറിക്കുന്നു. കണ്ടില്ലേ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്? അച്ഛാ, ജീവിതം ഒരു ചുമതലയല്ല. അതാണ് മകൾ പറയുന്നത്. ജീവിതം ഒരു ചുമതലയല്ല. നിങ്ങൾക്കതാണ്. കാലാന്തരത്തിൽ എൻ്റെ ചുരുങ്ങുകയാണ്, കാലാന്തരത്തിൽ എൻ്റെ തല എന്ന് അച്ഛൻ വിചാരപ്പെട്ടില്ലേ? തലയൂരുകയാണ്. തലയേക്കാൾ വലിയ തല എൻ്റെ കയ്യിൽ ഉണ്ട്. ഇന്ന് രാവിലെ വീട്ടിലെല്ലാവരെയും കൊള്ളിച്ച് ഞാനെടുത്ത സെൽഫി കണ്ട് അച്ഛൻ നെടുവീർപ്പെട്ടു. കുടുംബ ഫോട്ടോയിൽ അച്ഛൻ്റെ ദേഹത്ത് പറ്റി നിൽക്കുന്ന നെഞ്ഞോളം മാത്രം പൊക്കമുള്ള എന്നെ ഓർത്താവാം. സെൽഫിയിൽ ഞാനാണ് വലുത്. എന്തുകൊണ്ടാണ് ആളുകൾ സെൽഫി എടുക്കുന്നത്? സെൽഫിയിൽ എടുക്കുന്ന ആളാണ് വലുത്. എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് വലിപ്പം ഞാൻ മോദിയോടൊപ്പം സെൽഫി എടുത്താലും അയാൾക്കുണ്ടാവുകയില്ല. ഞാൻ തന്നെയാണ് സെൽഫിയിൽ വലുത്. സെൽഫിയിൽ ഞാനാണ് വലുത്. എന്നെ അപേക്ഷിച്ചാണ് മറ്റുള്ളവർ. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള യഥാർത്ഥ വലുപ്പമേ അതിലുള്ളൂ. നിങ്ങൾക്കത്ര വലിയ വലുപ്പമൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അത് കാണിച്ചു തരും സെൽഫി. നേരാണ്, അച്ഛൻ്റെ മകൾ ശമിക്കുകയാണ്. എൻ്റെ വഴിയുടെ നീളം കൂട്ടാൻ നിങ്ങൾ പിന്നിട്ട വഴി വേണ്ട. നിങ്ങളുടെ മുൻബാക്കികൾ, നിങ്ങളുടെ കടമൊന്നും തീർക്കാൻ ഞാൻ ആളല്ല. ജീവിതത്തിലേക്ക് ശപിക്കപ്പെട്ടവരായിരുന്നു നിങ്ങൾ. ജീവിതത്തിലേക്ക് മോചിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഒന്നും നടക്കുന്നില്ലെന്ന് പ്രാഗല്ലേ. നിങ്ങൾ നടക്കുന്നത് ഉപയോഗിച്ച് ഞങ്ങൾ നൃത്തം ചെയ്യുന്നു. 20 വർഷം മുമ്പ് കേരളീയരോ ലോകരൊട്ടാകെയോ നൃത്തം ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി നൃത്തമാണ് ഇന്ന് ലോകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ നൃത്തം ചെയ്യാനുള്ള പാട്ടായി. നിങ്ങൾ നടക്കുന്നത് ഉപയോഗിച്ച് ഞങ്ങൾ നൃത്തം ചെയ്യുന്നു. പാഴിടങ്ങൾ നിർജീവമാക്കുക മാത്രമല്ല, പ്രസക്തമായിടം സജീവമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രതിഷേധം വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. തെരുവ് സന്നദ്ധം, ഇല്ലേ?
ഇത് അത്ഭുത വിളക്കോ ബലയോ അതിബലയോ അല്ല. മുൻ ജന്മങ്ങളിൽ അജ്ഞാനുവർത്തികളെ മാത്രം ശീലിച്ച അങ്ങേക്കത് മനസ്സിലാവുകയില്ല. അലാവുദ്ദീനോട് അത് കൊണ്ടുവരാനും, അലാവുദ്ദീൻ വിളക്കിനോട് അത് കൊണ്ടുവരാനും ഒക്കെ പറയില്ലേ. അത് ഇത് നിങ്ങൾ കണ്ട പാലങ്ങളെക്കാളെല്ലാം വലിയ പാലം, പല കരകളിലേക്കുള്ള പാലം, നിങ്ങൾ തന്ന എല്ലാ ഉയരങ്ങളെക്കാളും വലിയ ഉയരം ഞങ്ങളുടെ ബാബേ. ലോകരൊക്കെയും ഒരേ ഭാഷ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? ദൈവം ചുണ്ടിയെടുക്കട്ടെ, ഞങ്ങൾക്കെന്ത്? ഇത് രണ്ടും സത്യമാണ്. അച്ഛൻ്റെ ഭാഗവും മകളുടെ ഭാഗവും ഇരുവശവും നമ്മൾ കണ്ടേ